Hello, Namaskaram. Welcome back to Reboot Education. This is the first history class. Hello, മക്കളെ നമസ്കാരം നമസ്കാരം. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്നൊക്കെ ഗുഡ് ഈവനിങ് ഓക്കെ ഓക്കെയാണ് സെറ്റല്ലേ? ഓക്കെ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു വൈറ്റ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ലാഗ് വല്ലതും ഉണ്ടോ? ലാഗ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടെ, പെട്ടെന്ന് ഇട്ടെ. നമ്മൾ ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഓക്കെ, അഥവാ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് ആദ്യമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ദ ഹ്യൂമനിസം എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ്, അതിൽ നമ്മൾ കുറച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയിലെ ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് ഓണം എക്സാമിന് 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ 2 ചാപ്റ്റേഴ്സ് ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നമുക്ക് SS എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് 2 രീതിയിലുണ്ടല്ലോ, ഒന്നും ഉണ്ട് രണ്ടും ഉണ്ട്. അപ്പോൾ ജിയോഗ്രഫി നിങ്ങൾക്ക് 2 സാറും ഉണ്ടാവും, ഹിസ്റ്ററിയിൽ 2 സാറാണ്, അഥവാ 3 സാറാണ് ടോട്ടൽ നമുക്കുള്ളത്. അതിൽ ഒരു സാറ്, അഥവാ ഞാൻ ഹിസ്റ്ററി മാത്രം പഠിപ്പിക്കും. ഓക്കെ, ഞാൻ ഹിസ്റ്ററി മാത്രം പഠിപ്പിക്കും. ഒരു സാറ് ജിയോഗ്രഫി മാത്രം പഠിപ്പിക്കും. ഓക്കെ, ഒരു സാറ് 2ഉം പഠിപ്പിക്കും. അതേപോലെ 3 സാറന്മാർ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഇവിടെ വരികയാണ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് 3 ചാപ്റ്ററാണ് ഓൺ പരീക്ഷയ്ക്കുള്ളത്, അത് നമ്മൾ സെറ്റാക്കും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമനിസം, മാനവികത. ഓക്കെ, ചാപ്റ്റേഴ്സിൻ്റെ പേരെപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, മാനവികത. അപ്പോൾ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയണം, അത് ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. അടുത്താണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടിനിറ്റി, അഥവാ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 2 ചാപ്റ്ററും കണക്റ്റഡ് ചാപ്റ്ററാണ്. എന്താണ്, അഥവാ ആ ഒരു കാലഘട്ടത്തിൽ, അഥവാ പണ്ടത്തെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിലെ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. അടുത്താണ് സോഷ്യൽ അനാലിസിസ് ആൻഡ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സാമൂഹിക ശാസ്ത്ര സങ്കല്പങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ അടിപൊളി ചാപ്റ്റർ. അടിപൊളിയൊന്നുമല്ല, കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ദിസ് ഈസ് എക്കണോമിയുടെ ഭാഗമായിട്ട്, അഥവാ എക്കണോമിക് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, എക്കണോമി എന്ന് പറഞ്ഞൊരു ഇതിൽ നിന്ന്, ഒരു ഭാഗത്തു നിന്ന് വരുന്നൊരു ചാപ്റ്ററാണ്. കുറച്ച് ബോറിംഗ് ആണെങ്കിലും ഓക്കെ, നമുക്ക് മാക്സിമം പഠിക്കണം. ഓക്കെ, അതിൽ നിന്നും ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ മാനവികതയിൽ നിന്നും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അഥവാ ഹ്യൂമനിസത്തിൽ നിന്നും ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടിനിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് വരിക. ഈ 2 ചാപ്റ്റേഴ്സും ഞാനാണ് പഠിപ്പിക്കുന്നത്, മറ്റേത് വേറെ സാറ് പഠിപ്പിക്കും. ഓക്കെ, സെറ്റാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഹ്യൂമനിസം അഥവാ മാനവികത. എന്താണ് ഹ്യൂമനിസം അഥവാ മാനവികത? ഓക്കെ, 1ാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ 2ാമത്തെ ചാപ്റ്റർ ആവണല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഏതൊക്കെ തുടങ്ങാനുണ്ട് ഇനി? ഓക്കെ, മലയാളം തുടങ്ങാനുണ്ട്, പിന്നെ ഹിന്ദി തുടങ്ങാനുണ്ട്, കെമിസ്ട്രി തുടങ്ങാനുണ്ട്, ബയോളജി തുടങ്ങാനുണ്ട്, ഓക്കെ, ഫിസിക്സ് തുടങ്ങി, മാത്സും തുടങ്ങി. ഓക്കെ, അപ്പോൾ 2-3 ഇതൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്റീവ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ മാത്രമല്ല എഡ്യൂക്കേഷൻ വീഡിയോസ് ഇടുന്നത്, വേറെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടണില്ല, അതല്ല പറഞ്ഞത്. നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടണമെങ്കിൽ കൂടുതൽ വ്യൂസ് കിട്ടണം, അങ്ങനെ ഒരു ഇത്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഞങ്ങൾ കുറേ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ക്ലാസ്സുകളാണ് മിസ്സായി പോയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ന്യൂ ടൈം ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു, പക്ഷേ അതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഹ്യൂമനിസത്തിൻ്റെ ക്ലാസ് ഇടാൻ പറ്റിയില്ല. ഓക്കെ, മലയാളം ഹ്യൂമനിസമൊക്കെ, അതായത് മലയാളം സോഷ്യലും ഒരുമിച്ച് ഒരു ഇതായിട്ട് വന്നതാണ്. അഥവാ 3 ക്ലാസ്സാണ് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് തന്നത്. അതിൽ 3 എണ്ണത്തിൽ
ഇംഗ്ലീഷ് ഒരെണ്ണമായിരുന്നു. ഇംഗ്ലീഷ് ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇംഗ്ലീഷ് അതെടുത്തു. പിന്നെ ഉള്ളത് നമ്മുടെ സോഷ്യലും പിന്നെ മലയാളമായിരുന്നു. അപ്പോൾ സോഷ്യൽ എടുക്കുന്നുണ്ട്, മലയാളം വരും. ഓക്കെ ഓക്കെ, എന്നാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. മാനവികത, ഹ്യൂമനിസം. ഇന്ന് നമ്മൾ കുറച്ചാണ് കേട്ടോ പഠിക്കുള്ളൂ. ഓക്കെ, 8:30 നമ്മൾ 8:30 ക്ലാസ് തുടങ്ങിയത്. എന്തായാലും കുറച്ചാണ് നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ, 8:30 മക്കൾക്ക് സ്വാഗതം. എന്നാൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുകയാണ് വേൾഡ് ഹിസ്റ്ററി. നമ്മളെ വേൾഡ് ഹിസ്റ്ററീനെ നമുക്ക് 3ആയിട്ട് ഭാഗിക്കാം. നമ്മുടെ ഇന്ത്യ ആണെങ്കിലും വേൾഡ് ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററീനെ നമുക്ക് 3ആയിട്ട് ഭാഗിക്കാം. ഫസ്റ്റ് വണ്ണാണ് ഏൻഷ്യൻ്റ് പീരീഡ്. ഈ ഏൻഷ്യൻ്റ് പീരീഡിലാണ് പാലോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്, ചാൽക്കോളിത്തിക് ഏജ് ഒക്കെ വരുന്നത്, മിസോളിത്തിക് ഏജ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് എന്ത് ഒറിജിനാണ്, സ്റ്റോൺ ഏജ് ആണ് ഇതിൻ്റെ ഒറിജിൻ. ഓക്കെ, അപ്പോൾ എന്താണിത്, വേൾഡ് ഹിസ്റ്ററി പീരീഡ് എന്നാണ് കേട്ടോ. ഓക്കെ, പീരീഡ് എന്ന് എഴുതാൻ മറന്നുപോയി. ഓക്കെ, എഴുതാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻ്റ് പീരീഡിലെ സ്റ്റോൺ ഏജ് ആണ് ഇത്. ഇനി മിഡീവൽ പീരീഡ് അടുത്താണ്. മിഡീവൽ പീരീഡ്. ഓക്കെ, ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അല്ല മലയാളം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മിഡീവൽ പീരീഡ്, മിഡീവൽ പീരീഡിലെ ഒറിജിനാണ് മിഡീവൽ ഫ്യൂഡലിസം. എന്താണ് ഞാൻ കാണിച്ചു തരാം, ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. മിഡീവൽ ഫ്യൂഡലിസം. ഓക്കെ, അടുത്താണ് മോഡേൺ ഏജ് അഥവാ മോഡേൺ പീരീഡ്. അതാണ് നമ്മളിപ്പോൾ നടത്തുന്നത് അഥവാ പ്രസൻറ്റ്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോഡേൺ. അപ്പോൾ നമുക്ക് 3ആയിട്ട് ഭാഗിക്കാം. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി പീരീഡ്. വേൾഡ് ഹിസ്റ്ററി പീരീഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വേൾഡ് ഹിസ്റ്ററി പീരീഡിനെ നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് തിരിക്കാം. വേൾഡ് ഹിസ്റ്ററി പീരീഡിനെ നമുക്ക് എന്തായിട്ട് തിരിക്കാം, 3ആയിട്ട് തിരിക്കാം. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. എന്താണിത്, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വേൾഡ് ഹിസ്റ്ററീനെ നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് തരംതിരിക്കും. ഓക്കെ, വേൾഡ് ഹിസ്റ്ററി അഥവാ വേൾഡ് ഹിസ്റ്ററീനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റത്തെ ഏതാണ്, എന്ത്, ഏൻഷ്യൻ്റ് പീരീഡ്. ഫസ്റ്റത്തെ പീരീഡാണ് ഏൻഷ്യൻ്റ് പീരീഡ്. ഫസ്റ്റത്തെ പീരീഡാണ് ഏൻഷ്യൻ്റ് പീരീഡ്. ഒരു മിനിറ്റ്, പേജ് ആഡ് ചെയ്തിട്ട് മലയാളം എഴുതണ്ടേ. രണ്ടാമത്തെ പീരീഡാണ് മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡ്. അടുത്ത ഒരിതാണ് മോഡേൺ പീരീഡ്. ഓക്കെ, മോഡേൺ എഴുതാൻ പോലും സ്ഥലമില്ല. ഓക്കെ, അതില്ലെങ്കിലും സാരമില്ല, നമുക്ക് ആകെ ഈ ഒരു കാലഘട്ടത്തിന് ഇതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞത്, വേൾഡ് ഹിസ്റ്ററി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ലോക കാലഘട്ടങ്ങൾ, ലോക ചരിത്ര കാലഘട്ടത്തെ ഓക്കെ, ലോക ചരിത്ര കാലഘട്ടത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്, 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെയാണ്
ഓക്കെ, ഫസ്റ്റത്തെയാണ് എന്ത്, ഏൻഷ്യൻ പീരീഡ്. ഏൻഷ്യൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ. ഏൻഷ്യൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്താണ്? പ്രാചീന കാലഘട്ടം. പ്രാചീന കാലഘട്ടം. അടുത്താണ് മിഡീവൽ പീരീഡ്. അതെന്താണ്? മധ്യകാലഘട്ടം. അടുത്താണ് മോഡേൺ പീരീഡ് അഥവാ ആധുനിക കാലഘട്ടം. ഇത് മൂന്നും സെറ്റാണോ? അപ്പോൾ നമ്മുടെ വേൾഡ് ഹിസ്റ്ററീനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഫസ്റ്റത്തെയാണ് ഏൻഷ്യൻ പീരീഡ്. അതിൻ്റെ ഒറിജിൻ എന്താണ്? സ്റ്റോൺ ഏജുകളാണ്. അടുത്താണ് മിഡീവൽ പീരീഡ്. അതിൻ്റെ ഒറിജിൻ മിഡീവൽ ഫ്യൂഡലിസമാണ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്താണ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡിൽ ഇപ്പോൾ പ്രസൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മൂന്നും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലോകചരിത്ര കാലഘട്ടങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാചീന കാലഘട്ടം, അതാണ് സ്റ്റോൺ ഏജ് അഥവാ നമ്മുടെ ശിലായുഗങ്ങൾ. അടുത്താണ് മധ്യകാലഘട്ടം. മിഡീവൽ ഫ്യൂഡലിസമാണ് മധ്യകാല ഫ്യൂഡലിസം. അടുത്താണ് ആധുനിക കാലഘട്ടം, അതാണിപ്പോൾ വർത്തമാനകാലമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 3 കാര്യങ്ങളും സെറ്റാണ്. ഇത് മൂന്നും സെറ്റാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. സെറ്റാണെങ്കിൽ ഈ വേൾഡ് മാപ്പ് ഒന്ന് നോക്കൂ. ഈ വേൾഡ് മാപ്പ് കൊള്ളാലേ? അപ്പോൾ ഇനി നമ്മളൊരു കഥ വെച്ച് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലല്ല, മറിച്ച് യൂറോപ്പിലാണ്. എവിടെയാണ്? യൂറോപ്പിലല്ലേ? നമ്മുടെ പോർച്ചുഗൽ കപ്പടിച്ച സ്പെയിൻ വരെ ഉള്ളത് എവിടെയാണ്? ഇതാണ് സ്പെയിൻ. ഓക്കെ, കപ്പടിച്ച സ്പെയിൻ വരെ എവിടെയാണ്? യൂറോപ്പിലാണ്. അതോ പോർച്ചുഗലിൻ്റെ സൈഡിലായിട്ടാണ് സ്പെയിൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്പിലെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വർഷമല്ല, ഇപ്പോൾ നമുക്ക് 2ാമത്തെ ചാപ്റ്ററും ഒരു യൂറോപ്പിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഇതാണ്. അഥവാ ഫ്രാൻസിലെ കാര്യങ്ങളാണ്. യൂറോപ്പിലുള്ള ഒരു ഫ്രാൻസിലെ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. യൂറോപ്പിൽ തന്നെയുള്ള അഥവാ 4ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് യൂറോപ്പിൽ തന്നെയുള്ള യൂറോപ്യൻകാർ എങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ യൂറോപ്പ് നമുക്ക് ഈ ഒരു വർഷം നല്ല പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഇത് കണ്ടോ? ഈ പിക്ചേഴ്സൊക്കെ നോക്കിക്കേ. ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് വിലയിരുത്തിക്കേ. വലിയ മാളികകളുണ്ടല്ലേ അന്നത്തെ കാലത്തെ. ഇത് മിഡീവൽ ഫ്യൂഡലിസത്തുള്ള ഇതാണ് നമ്മുടെ മിഡീവൽ ഹിസ്റ്ററി അഥവാ മിഡീവൽ ഫ്യൂഡലിസം. അതൊരു ഇതിൽ പഠിക്കാം. ഫ്യൂഡലിസം പഠിക്കാൻ പറ്റില്ലേ? ആദ്യം ഫ്യൂ എന്ന് പഠിക്കാം, അതിന് ശേഷം ഡ പിന്നെ ലിസം. ഇത് മൂന്നും വാക്കായിട്ട് പഠിച്ച് അല്ല, മൂന്നും എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അഥവാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പലരും വരുത്തുന്ന ഒരു ഇതാണ് ഫ്യൂഡലിസം എന്ന് എഴുതാൻ. പറയണമെങ്കിൽ അങ്ങനെ ഫ്യൂഡലിസം അങ്ങനെയൊന്നും പറയണ്ട, ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മിഡീവൽ ഫ്യൂഡലിസത്തിൽ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ആണ് കിങ്. സെക്കൻഡ് വൺ ആണ് നോബിൾസ്. കിങ്സ് എന്ന് പറഞ്ഞാൽ രാജാവ്, അതറിയാലോ. നോബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രീസ്റ്റുകളായിരിക്കും. പിന്നെ ഈ
എന്താണ് സോൾജിയേഴ്സ്, അതേപോലത്തെ അവരുടെ പട്ടാളക്കാർ, അതേപോലത്തെ ഉള്ളവരാണ് എന്ത് നോബിൾസ് ആയിട്ട് വരുന്നത്. അടുത്താണ് പ്രസൻസ് ആൻഡ് സ്യൂഡേഴ്സ്, അഥവാ അവിടുത്തെ എന്ത് അവിടുത്തെ ഫാമേഴ്സ് അഥവാ വളരെ വളരെ താഴെക്കിടയിൽ നടക്കുന്ന ആളുകളാണ്. അപ്പോൾ രാജാവും കിങ്ങും നോബിൾസൊക്കെ മേളിലിരുന്ന് സുഖമായി കഴിയുമ്പോൾ നമ്മുടെ ഫാമേഴ്സ് താഴെയിടയിൽ ജോലി എടുക്കണം. അതാണ് ഈ പിക്ചർ കൊണ്ട് ഇത് തോന്നുന്നത്. അവരുടെ മണിമാളക നോക്കി നടത്തേണ്ട, അവരുടെ താഴെ ഇരുന്ന് പണിയെടുക്കുന്ന ആരാണ്? ഇവരൊക്കെയാണ് എന്ത് ഇവരെ ജോലി ഏൽപ്പിക്കണുണ്ടോ? ഇത് നോബിൾസാണ്. ഈ ജോലി എടുപ്പിക്കുന്നത് ആരാണ്? നോബിൾസാണ്. അതൊന്ന് ഓർത്ത്. ഈ ജോലി എടുപ്പിക്കുന്ന ആരാണ്? നോബിൾസാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 പേരെ പഠിച്ചു. ഇങ്ങനൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആരാണ്? കിങ് ആണ്. ഇതിൽ നമ്മൾ കുറേ പഠിക്കാനുണ്ട്. അടുത്താണ് നോബിൾസാണ്. അടുത്ത ഇങ്ങനൊരു സാധനം ഇനി പഠിക്കാൻ പോകുമ്പോഴാണ് ഓക്കെ ഇങ്ങനൊരു ഇത് വരും. ഇതാണ് മിഡിൽ ക്ലാസ്. ഇതാണ് ആര്? മിഡിൽ ക്ലാസ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫാമേഴ്സ് വരും. ഓക്കെ, അഥവാ ഫാമേഴ്സിനെക്കാട്ടും കുറച്ചും കൂടി മേളിലുള്ള ആരാണ്? മിഡിൽ ക്ലാസ് ആണ്. അതിനെക്കാട്ടും കുറച്ചുകൂടി മേളിലുള്ള നോബിൾസ് ആണ്. അതിനെക്കാട്ടും മേളിലുള്ള കിങ്ങാണ്. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അഥവാ ഇവിടെയൊക്കെ ആയിട്ടാണ് എന്ത് വരിക? നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, പലരും ഇപ്പോൾ മിഡിൽ ക്ലാസ് ആണ്. ഓക്കെ, എന്നാലും നമുക്ക് 13-ാം നൂറ്റാണ്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് 13-ാം നൂറ്റാണ്ടിലാണെന്ന് വിചാരിക്കുക. ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. The 13th century, the rulers of Europe had denied rationalism. യൂറോപ്പിലെ അധികാരികൾ തത്വചിന്ത നിരോധിച്ചിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ അധികാരികൾ തത്വചിന്ത നിരോധിച്ചിരുന്നു. എന്താണ് തത്വചിന്ത? വാട്ട് ഈസ് റാഷണലിസം? തത്വചിന്ത എന്താണ് റാഷണലിസം? യുക്തിചിന്ത. തത്വചിന്ത അല്ല കേട്ടോ, യുക്തിചിന്ത. തത്വചിന്ത വേറെ. ഓക്കെ, യുക്തിചിന്ത. എന്താണ് യുക്തിചിന്ത? യുക്തിചിന്ത എന്താണ്? ഞാൻ പറഞ്ഞുതരാം. പണ്ടുള്ള കാലത്ത് രാജാവ് പറയുന്നതാണ് വേദവാക്യം. മനസ്സിലായോ എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അഥവാ രാജാവ് പറയുന്നതാണ് വേദവാക്യം. രാജാവ് പറയുന്നതാണ് എന്ത് വാക്യം? വേദവാക്യം. അപ്പോൾ അവർ പറയണ കേൾക്കണം. ഇപ്പോൾ അവർ പറയാണ് കോഴി മുട്ടയല്ല തരണത്, പാലാണ് തരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം? ഇപ്പോൾ ബുദ്ധിയുള്ള നമ്മളാണെങ്കിൽ പറയാം, അല്ല രാജാവേ കോഴി മുട്ടയാണ് തരുന്നത്. ഇപ്പോൾ അവർ പറയാണ് കോഴി മുട്ടയല്ല തരുന്നത്, പാലാണ് തരുന്നത്. അപ്പം നമ്മൾ പറയും രാജാവേ മുട്ടയാണ് തരുന്നത്, പാലല്ല എന്ന് നമ്മൾ എന്ത് പറയും? ഉറക്കെ വിളിച്ചു പറയും. പക്ഷെ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അന്ന് ആ ഒരു തത്വചിന്ത നിരോധിച്ചിരുന്നു. ഡിനൈഡഡ്. അഥവാ അങ്ങനെ പറയാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അഥവാ രാജാവ് പറയണത് കേൾക്കണം. അഥവാ ബാക്കിയുള്ളവരെന്താണ് കേൾക്കുക? മുട്ടയാണ്. ഓക്കെ, മുട്ടയല്ല അത് പാലാണ് എന്ന് വിചാരിച്ച് പറയും. ഓക്കെ, അപ്പം രാജാവ് പറയണം അത് മുട്ടയല്ല അത് പാലാണെന്ന് പറഞ്ഞു. ഓക്കെ അത് പാലാണ്. ഓക്കെ രാജാവേ താങ്ക് യു എന്ന് പറയും. അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷേ അന്നത്തെ തത്വചിന്തന്മാർ എന്തു പറഞ്ഞു? അത് പാലല്ല അത് മുട്ടയാണെന്ന് അടിച്ചു പറഞ്ഞു. അതിനെ പറയുന്നതാണ് തത്വചിന്ത. ഇതേപോലെ പറയുന്നതിനാണ് തത്വചിന്ത എന്ന് പറയുന്നത്. അതന്ന് നിരോധിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ രാജാവിനെ ധിക്കരിച്ച് ഒരാൾ പറഞ്ഞു അത് മുട്ടയാണെന്ന് പറഞ്ഞു. ഹാസ് എ റിസൾട്ട്. അപ്പോൾ റിസൾട്ട്
Many those thinkers were subjected to cruel prisons and imprisonment. ഇതിന് ഫലമായി ചിന്തകന്മാർക്കും ക്രൂരമായ പീഡനങ്ങളും ജയിൽവാസത്തിനും വിധേയരായി. ഇങ്ങനെ പറഞ്ഞ ഓരോരുത്തരെയും അവർ ദ്രോഹിക്കുകയും ജയിലിലാക്കുകയും ചെയ്തു. ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. ഈ പോയിന്റ് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഈ ഒരു 2 പോയിന്റ് ഓക്കെ ആണോ? എന്നാൽ ഫസ്റ്റത്തെ പോയിന്റ് പഠിക്കാൻ ഞാനൊരിത് പറഞ്ഞുതരാം. ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ് ഹാഡ് ഡിനൈഡ് റാഷണലിസം ഇൻ 13th century. ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ് ഹാഡ് ഡിനൈഡ് റാഷണലിസം. അത് പഠിക്കാം. പക്ഷേ ഇതിനെ ഷോർട്ടാക്കി വേണമെങ്കിൽ ഒരു കുറച്ചായിട്ട് അഥവാ ചെറുതായിട്ട് കാണേ. ഇൻ ദ 13th century the rulers was denied rationalism. മനസ്സിലായോ? The 13th century the rulers of Europe, ഇങ്ങനെ പറഞ്ഞാലും മതി, അല്ല ഇങ്ങനെ, the rulers was denied rationalism. 13ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എന്ത് നിരോധിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? The 13th century the rulers was denied rationalism എന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ. എന്നാൽ അന്നത്തെ കാലത്തൊരു ഇതായിരുന്നു, അഥവാ ഒരു ശിക്ഷയായിരുന്നത്. അഥവാ ആളെ ഒരു കൂട് പോലത്തെ ഒരു ഇതിലാക്കും, അഥവാ കേജ് പോലത്തെ ഒരു ഇതിലാക്കും. ഇതാണ് അവിടുത്തെ റോപ്പ്, ചങ്ങല. ഇനി ഇത് അവിടുത്തെ ഹാൻഡിൽ. ഇതാണ് അവിടുത്തെ ഹാൻഡിൽ. ഇനി ഈ ഒരു റോപ്പ് ഇയാൾ വലിക്കും. ഇവരാണ് പുള്ളാർ. പുള്ളിക്കാരനാണ് പുള്ളാർ. അപ്പോൾ ഇതിങ്ങനെ വലിക്കും. അപ്പം എന്താവും? ചെയിനും പൊങ്ങും, കേജും പൊങ്ങും, എല്ലാം കൂടി ഈ പുള്ളിക്കാരൻ വലിക്കുമ്പോൾ, അഥവാ ഇവരൊക്കെ വലിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പാവും. അപ്പം താഴെ ഉള്ളത് എന്താണ്? വാട്ടറാണ്. ഓക്കെ, താഴെ ഉള്ളത് വാട്ടറാണ്. അപ്പോൾ ആദ്യം പുള്ളിക്കാരനെ ഇങ്ങനെ കൂടുതലാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കും. എന്നിട്ടൊരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കും. 2-3 മിനിറ്റോ അങ്ങനെ വെച്ചിരിക്കും. അതിനുശേഷം ചാവാറായെന്ന് അറിയുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് പൊക്കും. പെട്ടെന്ന് പൊക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു 30 സെക്കൻഡ് നിൽക്കും. 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് താഴത്തേക്ക് ഇടും. പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പൊക്കും, പിന്നെയും താഴ്ത്തും, പിന്നെയും പൊക്കും. അങ്ങനെ പുള്ളിക്കാരന് എന്ത് ചെയ്യും? ടോർച്ചറിങ്, അതായത് അവരെ ഇറിറ്റേറ്റ് ചെയ്യണം, അഥവാ ടോർച്ചർ ചെയ്താണ് അവരെന്ത് ചെയ്യുക? കൊല്ലുന്നത്. സൈക്കോകളല്ലേ ഇപ്പം? അതിനൊരു ഇതുണ്ട്, സൈക്കോ പേരൊക്കെ. അന്നൊന്നും പേരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് റിനൈസൻസിനെ കുറിച്ചാണ്. നമ്മൾ 13th സെഞ്ച്വറിയിൽ നിന്ന് 14th സെഞ്ച്വറിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളതാണ്. ഓക്കെ, 14th സെഞ്ച്വറി ഒരു 100 വർഷം കൂടി. The 14th century, a series of changes took place in social, economic, political sphere of Europe. 14ാം നൂറ്റാണ്ടിൽ കുറേ ചേഞ്ചുകൾ എവിടെ വന്നു? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സ്പിയർ ഓഫ് യൂറോപ്പിൽ വന്നു. These changes known as Renaissance. അഥവാ 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞാണ്? അന്നത്തെ കാലത്തെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിൽ. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് തുറന്ന് വെച്ച് പഠിക്കുക. ഓക്കെ, അഥവാ 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, യൂറോപ്പിൽ സാംസ്കാരിക രംഗങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഓക്കെ, സെറ്റ്. അപ്പോൾ
ഇന്ന് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, സെറ്റാണോ? അത് നമ്മൾ പഠിച്ചു. ഫ്യൂഡലിസത്തിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാണ്. നമ്മൾക്ക് ഇങ്ങനെയാണ് ഫ്യൂഡലിസം തിരിച്ചു വരുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ കിങ്സ്, അവിടുത്തെ കിങ്സ് ആണ്. സെക്കൻഡ് ആണ് അവിടുത്തെ നോബിൾസ്. പിന്നെ ഈ നടുക്കത്തെയാണ് എന്ത്, മിഡിൽ ക്ലാസ്. ഏറ്റവും അവസാനത്തെ ഫാമേഴ്സ്. ഇങ്ങനെയാണ് അവിടുത്തെ എന്ത് പോയിരുന്നത്, എന്താണ് ഫ്യൂഡലിസം. അവിടുത്തെ മിഡീവൽ ഫ്യൂഡലിസം, അതും എന്നത്തെ കാലത്താണ്, 13-ാം നൂറ്റാണ്ടിൽ. പക്ഷേ 14-ാം നൂറ്റാണ്ടിൽ കുറേ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളെ പറയും, അഥവാ സാമ്പത്തിക രംഗങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നു. അതിനെ പറയുന്നതാണ് റിനൈസൻസ്. ഓക്കെ ആണെങ്കിൽ എവിടെയാണ് റിനൈസൻസ് നടന്നത് മക്കളെ? ഇറ്റലി എന്ന ചെറിയൊരു രാജ്യത്തിലാണ്, അഥവാ ഇറ്റലി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇറ്റലി എന്ന ചെറിയൊരു രാജ്യത്തിലാണ് എന്ത് നടന്നത്, നമ്മുടെ റിനൈസൻസ് ആദ്യമായിട്ട് നടന്നത്, നവോത്ഥാനം. ഓക്കെ, നമ്മുടെ വലിയ വേൾഡ് മാപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ യൂറോപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് എന്ത്, ഇറ്റലി. ഈയൊരു കാണാൻ പറ്റാളെ? ഓക്കെ, കാണാൻ പറ്റില്ല, കാരണം അതൊരു ഇതല്ലേ. ഇതാണ് ഇറ്റലി. ആ ഒരു കണ്ട എന്ത് ദൂരത്താന്ന് എന്ത് കാണാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമ്മൾ വലിയ മാപ്പിൽ നമുക്ക് നോക്കാറ്. ഓക്കെ, നമ്മൾ വേൾഡ് മാപ്പ് ആയതുകൊണ്ട് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ. What were the changes took place in social, economic and political spheres of Europe during 14th century? ഓക്കെ, സാറിന്ന് മലയാളത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞില്ലേ? മലയാളത്തിൻ്റെ ക്ലാസ് മലയാളത്തിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു. ഓക്കെ ഞാൻ വിചാരിച്ചു മലയാളത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു മലയാളത്തിൻ്റെ? ഇന്ന് ഉണ്ടായിരുന്നു, ഞാൻ ഷെഡ്യൂൾ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ, സാർ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതേ നോക്ക്, 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ സാറ് പഠിപ്പിച്ചോ? അവിടുത്തെ റിനൈസൻസ് സംഭവിച്ചപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ, അഥവാ ആ ചേഞ്ചസ് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചത്. ആ ചേഞ്ചസ് ആണിത്. ഇത്രയാണ് ആ ചേഞ്ചസ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫസ്റ്റാണ് ഹ്യൂമനിസം, അടുത്താണ് സ്പ്രെഡ് സെക്കുലാർ വാല്യൂസ്, അടുത്താണ് ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, അടുത്താണ് മോണിറ്ററി എക്കണോമി, അടുത്താണ് പ്രോഗ്രസ് ഓഫ് ട്രേഡ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഗെയിനിങ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പിന്നെ റൈറ്റ്സ് ഓഫ് നാഷണൽ, പിന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി, റാഷണലിസം, ചേഞ്ച് ഓഫ് റിയലിസം ആൻഡ് ട്രേഡ്, അഥവാ മാനവികത, നഗരത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശീയ രാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പിന്നെ സാമ്പത്തിക ഘടന, പിന്നെ പ്രാദേശിക ഭാഷയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം, കലാശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായ മാറ്റം. ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് വെച്ചിരിക്കുക. ഒരു നാടിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ അവിടെ ആദ്യം നടക്കേണ്ടത് ട്രേഡായിരിക്കണം അല്ലേ? അവിടെ ഫസ്റ്റ് നടക്കുക ഒരു ട്രേഡായിരിക്കും. ട്രേഡ് കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ എക്കണോമി എന്ത് ചെയ്യും? കൂടും. എക്കണോമി കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ ലൈഫ് അർബൻ ലൈഫായിരിക്കും. അർബൻ ലൈഫാണെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യും?
സെക്യുലർ വാല്യൂസ് കൂടും എല്ലാവരും. ഈ സെക്യുലർ വാല്യൂസ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? അവിടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ടാവും, അതുകൂടെ റാഷണലിസം ഉണ്ടാവും. റാഷണലിസം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മാനവികതയുണ്ടാവും. ഈ റൈറ്റ്സ് ഓഫ് നാഷണൽ മാനവികത ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും റൈറ്റ്സ് ഓഫ് നാഷണൽ ഉണ്ടാവും. റൈറ്റ്സ് ഓഫ് നാഷണലിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വളരും. ഇമ്പോർട്ടൻസ് ഗെയിനിങ് ടു ദ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് എന്ത് ചെയ്യും? പ്രാദേശിക ഭാഷയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം കൂടും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ കലയും രംഗങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, ഇതിൽ വേണേൽ ഞാൻ മലയാളത്തിലും പറഞ്ഞുതരാം. ആദ്യം ഒരു നാടിന് ചേഞ്ച് വരികയാണ്. ഇറ്റലിക്ക് ചേഞ്ച് വരുമ്പോൾ അത് നടക്കുക എന്തായിരിക്കും? ട്രേഡ് ആയിരിക്കും. ഓക്കെ, ട്രേഡ് മീൻസ് കച്ചവടം. ഓക്കെ, ട്രേഡ് മീൻസ് കച്ചവടം ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷം അവിടുത്തെ കച്ചവടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എന്താവും? എക്കണോമി കൂടും. ഓക്കെ, എക്കണോമി കൂടും. എക്കണോമി എന്ന് പറയുമ്പോൾ സാമ്പത്തിക വ്യാപനം കൂടും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമല്ലേ പറഞ്ഞു. ആദ്യം കച്ചവട പുരോഗതിയും പിന്നെ സാമ്പത്തികം കൂടും. അപ്പോൾ അവിടെ ഉള്ള എന്തായിരിക്കും? ഗ്രാമത്തിലായിരിക്കും, അല്ല അർബൻ ലൈഫായിരിക്കും. നഗര ജീവിതമായിരിക്കും ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ എന്താവും? എല്ലാവർക്കും സെക്യുലർ വാല്യൂസ് കിട്ടും. സെക്യുലർ വാല്യൂസ്, മതേതര മൂലവ്യാപനം. ഓക്കെ, സെക്യുലർ വാല്യൂസ് കിട്ടും. അപ്പോൾ സെക്യുലർ വാല്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ എന്താവും? നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടി കിട്ടും, അഥവാ വ്യക്തി സ്വാതന്ത്ര്യം കിട്ടും. ഇൻഡിവിജ്വൽ ലിബർട്ടി കിട്ടും. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അവിടെ യുക്തിചിന്ത കൂടും, റാഷണലിസം. വ്യക്തി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ യുക്തിചിന്ത കൂടും. യുക്തിചിന്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് മാനവികതയായി. എന്താവും? ഹ്യൂമനിസമായി കഴിഞ്ഞാൽ പിന്നെ എന്താവും? റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്, അഥവാ നമ്മുടെ ഇന്ത്യ എന്താണ് കൂടുന്നത്? എവിടെ അയ്യോ അതില്ലേ ഇതിൻ്റെ അകത്ത്? ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം നമ്മുടെ പ്രാദേശിക റീജിയണൽ ലാംഗ്വേജിന് എന്താവും? പ്രാധാന്യം കൂടും. പിന്നെ അതിൽ നിന്ന് നമുക്ക് ആർട്ടിനും സയൻസിനൊക്കെ എന്ത് ചെയ്യും? രംഗങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെ പഠിച്ചു വെച്ചു. ഇങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചു. ഓക്കെ, ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രേഡ് നടന്നു കഴിഞ്ഞാൽ അവിടെ എക്കണോമി ഉണ്ടാവും. എക്കണോമി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അർബൻ ലൈഫായിരിക്കും. അർബൻ ലൈഫായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം? അർബൻ ലൈഫായി കഴിഞ്ഞാൽ സെക്യുലർ വാല്യൂസ് കൂടും. സെക്യുലർ വാല്യൂസിന് വേണമെങ്കിൽ വിയും കൂടി ഇടാം. ഓക്കെ, സെക്യുലർ വാല്യൂസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താവും? ഇൻഡിവിജ്വൽ ലിബർട്ടി വരും. ഇൻഡിവിജ്വൽ ലിബർട്ടി. ഓക്കെ, ലിബർട്ടി ആണല്ലോ, അപ്പോൾ എല്ലിട്ടാൽ മതി. ഓക്കെ, ഇൻഡിവിജ്വൽ ലിബർട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? റാഷണലിസം കൂടും. റാഷണലിസം കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താവും? ഹ്യൂമനിസം ആവും. ഓക്കെ, ഹ്യൂമനിസം എല്ലാവരുടെ ഇതിലും കിട്ടും. ഹ്യൂമനിസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഹ്യൂമനിസം ആണെങ്കിൽ എന്താവും? എല്ലാവർക്കും എന്താ കേട്ടോ? ഹ്യൂമനിസം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ്സ് ഓഫ് സ്റ്റേറ്റ്സ് റൈറ്റ്സ് ആവും. അഥവാ പിന്നെ അതിന് ശേഷം എന്താവും? നമ്മുടെ റീജിയണൽ ലാംഗ്വേജസ് വളരും. പിന്നെ നമ്മുടെ ആർട്ടിനും സയൻസിനും മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ട്രേഡ്, എക്കണോമി, യു ആട്ടത്. ഇത് യു ആണ്, വി അല്ല. ഓക്കെ, എന്താണ് പറഞ്ഞ്? ട്രേഡ്, എക്കണോമി, അർബൻ ലൈഫ്, സെക്യുലർ വാല്യൂസ്, ഇൻഡിവിജ്വൽ ലിബർട്ടി, പിന്നെ റാഷണലിസം, ഹ്യൂമനിസം, റൈസ് ഓഫ് സ്റ്റേറ്റ്സ്, റീജിയണൽ ലാംഗ്വേജസ്, ആർട്ട് ആൻഡ് സയൻസ്. ഓക്കെ, സെറ്റാണോ? അപ്പോൾ മലയാളത്തിലാണെങ്കിൽ
കച്ചവടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താവും, സാമ്പത്തികം കൂടും. സാമ്പത്തികം കൂടിക്കഴിഞ്ഞാൽ അവിടെ നഗര വളർച്ച ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താവും, എന്താ കൂടണത്, മതേതര മൂല്യം. ഓക്കെ, മതേതര മൂല്യം കൂടും. അപ്പോൾ എന്താവും, ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, ഓക്കെ ഇങ്ങനെ ഇടാം, വ്യക്തി സ്വാതന്ത്ര്യം കൂടും. അപ്പോൾ എന്താവും, അവിടെ റാഷണലിസം, യുക്തിചിന്ത വരും. ഇങ്ങനെ ഇടാം. ഓക്കെ, അവിടെ എന്താവും, യുക്തിചിന്ത കൂടും. യുക്തിചിന്തം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, മാനവികതയാവും. രണ്ട് മാനവികത ഉള്ളതുകൊണ്ട് മായ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു മായുടെ ചിഹ്നം ഇടാണ്. ഓക്കെ, മാനവികത കൂടിക്കഴിഞ്ഞാൽ എന്താവും, മാനവികത ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ദേശരാഷ്ട്രങ്ങൾ വളരും. ദേശരാഷ്ട്രങ്ങൾ വളർന്നാൽ എന്താവും, നമ്മുടെ പ്രാദേശിക ഭാഷയ്ക്ക് ലഭിക്കുന്നു. ഓക്കെ, പ്രാദേശിക ഭാഷ എന്താണ്, ഓക്കെ, പ്രാദേശിക ഭാഷയ്ക്ക് വളർച്ചയുണ്ടാവും. പിന്നെ നമുക്ക് എന്താവും, നമ്മുടെ കലയും ശാസ്ത്രവും വളരും. ഓക്കെ, ഇങ്ങനെ കോഡ് വെച്ച് പഠിക്കുക. ഓക്കെ, എന്താണ് ട്രേഡ് നടന്നാൽ എക്കണോമി ഉണ്ടാവും. എക്കണോമി നടന്നു കഴിഞ്ഞാൽ അവിടെ അർബൻ ലൈഫ് കൂടും. അത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സെക്യുലർ വാല്യൂസ് ആവും. അപ്പോൾ എന്താവും, നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടി കിട്ടും. അപ്പോൾ റാഷണലിസം കൂടും. റാഷണലിസം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫെമിനിസം ആയി. അതിനുശേഷം നമുക്ക് നമ്മുടെ റൈസ് ഓഫ് സ്റ്റേറ്റ്സ് ആവും. നമ്മുടെ റൈസ് ഓഫ് സ്റ്റേറ്റ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് വളരും. അതിനുശേഷം നമ്മുടെ ആർട്ടും സയൻസും വളരും. ഇപ്പോൾ മലയാളത്തിലേക്കാണ് കച്ചവടം നടന്നു കഴിഞ്ഞാൽ എന്താവും, അവിടെ സാമ്പത്തികം കൂടും. സാമ്പത്തികം കഴിഞ്ഞ് കഴിഞ്ഞാൽ നഗര വളർച്ചയായിരിക്കും. അത് കഴിഞ്ഞാൽ മതേതര മൂല്യം നമുക്ക് കൂടും. അതിനുശേഷം നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം കിട്ടും. വ്യക്തി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ യുക്തിചിന്തകൾ കൂടും. യുക്തിചിന്തകൾ കൂടിക്കഴിഞ്ഞാൽ മാനവികതയും കൂടും. എന്നാൽ ദേശരാഷ്ട്രങ്ങൾ വളരും. നമ്മുടെ ഭാഷയും അഥവാ പ്രാദേശിക ഭാഷയ്ക്കും വളർച്ചയുണ്ടാവും. അതിനുശേഷം നമ്മുടെ കലയും ശാസ്ത്രവും എന്താവും, മാറ്റങ്ങളുണ്ടാവും. ഓക്കെയാണോ? സെറ്റാണോ? എത്ര സെറ്റാണോ? ഓക്കെ, ഇന്ന് പഠിച്ചതെല്ലാം സെറ്റാണോ മക്കൾക്ക്? ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം സെറ്റാണോ? ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം സെറ്റ് ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? പറ പെട്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങി. അതിനുശേഷം നമ്മൾ ചാപ്റ്ററിന് അത് നമ്മൾ പറഞ്ഞു. നമ്മുടെ വേൾഡ് ഹിസ്റ്ററി 3 തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഏൻഷ്യൻ്റ് പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ ഏജ്. അതിൽ ഏൻഷ്യൻ്റ് പീരീഡിൻ്റെ ഒറിജിൻ സ്റ്റോൺ ഏജ് ആണ്. മിഡീവൽ പീരീഡിൻ്റെ ഫ്യൂറിസമാണ്. ഇതിൻ്റെ പ്രസൻ്റാണ്, ഇപ്പോൾ വർത്തമാനകാലം. നമ്മളത് 3ൻ്റെയും മലയാളവും പറഞ്ഞ്, ഫസ്റ്റത്തെ പ്രാചീന കാലഘട്ടമാണ്, രണ്ടാമത്തെ മധ്യകാലഘട്ടമാണ്, മൂന്നാമത്തെ ആധുനിക കാലഘട്ടമാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മുടെ കഥ നടക്കുന്നത് ഇന്ത്യയിലല്ല, അങ്ങ് യൂറോപ്പിലാണ്. പിന്നെ യൂറോപ്പിലെ ഒരു ഇറ്റലി എന്ന് പറഞ്ഞ ചെറിയൊരു കൺട്രിയിലാണ് നമ്മുടെ ഒരു ഇതെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്യൂഡലിസത്തിനെ കുറിച്ച് പറഞ്ഞു. അഥവാ ഫസ്റ്റ് വെക്കുന്നത് കിങ് ആണ്, അതിനുശേഷം നോബിൾസാണ്, പിന്നെ പ്രീസൻസ് അഥവാ നമ്മുടെ ഫാമേഴ്സാണ്. ഈ ഫാമേഴ്സിൻ്റെ ഇടയ്ക്കാണ് എന്ത് വരുന്നത്, നമ്മുടെ മിഡിൽ ക്ലാസ് വരുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് പഠിച്ച് വന്നുള്ളൂ. ഇത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, അവരൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ജോലികൾ ചെയ്യും. ഓക്കെ, ഇതേ കണ്ടോ. ശരിക്കും നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഇത് വരുന്നത്. ഓക്കെ, ഇത് നമ്മളിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് സാർ അപ്പോൾ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ടായേനെന്ന് പറഞ്ഞ് നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഇത് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ തുറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വരയ്ക്കുമ്പോഴും എന്ത് കിട്ടും, അത് അവിടെ വന്നതിൻ്റെ കാര്യം നമുക്ക് പിടികിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു 13th സെഞ്ച്വറിയിൽ
യൂറോപ്യനിലെ റൂളേഴ്സ് എന്ത് നിരോധിച്ചിരുന്നു? ഡിനൈഡ് റാഷണലിസം, യുക്തിചിന്ത നിരോധിച്ചിരുന്നു. യുക്തിചിന്ത പറഞ്ഞവരെ എന്ത് ചെയ്തിരുന്നു? സബ്ജക്റ്റഡ് ക്രൂഷ്യലി പ്രസൻസ് ആൻഡ് ഇംപ്രസൻമെൻറ്റ്, അഥവാ അതിൻ്റെ ഫലമായി പല തത്വചിന്തകന്മാർക്കും ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടൊരു ശിക്ഷയുടെ ഇതും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നവോത്ഥാനമാണ്. എന്താണ് നവോത്ഥാനം? 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ വന്ന മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഥവാ 14ാം നൂറ്റാണ്ടിൽ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഓഫ് ദ യൂറോപ്പ്, അതിനെ പറയുന്നതാണ് എന്ത് റിനൈസൻസ്. വേറെ ഒന്നും കൂടെ ഉണ്ട്. റിനൈസൻസ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മെഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അത് റിനൈസിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടിയാണ്. അത് ഞാൻ പറഞ്ഞതാണ്. ഞാനിവിടെ എഴുതി കാണിച്ചു തരാതെ, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നല്ല കളറിലെ റിനൈസൻസ് ഈസ് transformation of medieval തെറ്റിപ്പോവും ചിലപ്പോൾ. ഓക്കെ, ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. ഓക്കെ, ഇത് പഠിച്ചു വച്ചിരിക്കുക. ഇതും കൂടി എന്താണ്? റിനൈസൻസിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിഫൈൻ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ഡിഫൈൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. 3 മാർക്കിൻ്റെയൊക്കെ ഒരു ഡിഫൈൻ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ, ഇതും എഴുതി അതും കൂടി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇനി 2 മാർക്കിൻ്റെ ആണെങ്കിൽ അത് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതിപ്പോൾ 1 മാർക്കിൻ്റെ ഉള്ളിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെച്ചു. ഓക്കെ, 3 മാർക്കിൻ്റെ ആണെങ്കിൽ 2 എഴുതണം. 2 മാർക്കിൻ്റെ ആണെങ്കിൽ ഫസ്റ്റത്തെ മാത്രം എഴുതിയാൽ മതി. 1 മാർക്കിൻ്റെ ആണെങ്കിൽ ഇത് മാത്രം എഴുതി. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് 2 ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ഇതൊന്നും പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ, എന്നാൽ ഇന്നത്തെ ക്ലാസ് പൊളിയായിരുന്നു, സെറ്റായിരുന്നു. എന്നാൽ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. വൈ റിനൈസൻസ് ഇൻ ഇറ്റലി? എന്തുകൊണ്ടാണ് റിനൈസൻസ് ഇറ്റലിയിൽ? പറയൂ. എന്തുകൊണ്ടാണെന്നല്ലേ? നവോത്ഥാനം ഇറ്റലി. ഇറ്റലിയിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ചെറിയൊരു മലയാളത്തിൻ്റെ പ്രശ്നം എനിക്കിപ്പോഴും ഉണ്ട്. എന്നാലും അങ്ങനെയല്ല, ഇങ്ങനെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് എഴുതില്ലേ, അപ്പം ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലാതെ വേറൊരു ഇതില്ല മലയാളത്തിൻ്റെ. ഓക്കെയാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇറ്റലീനെ കുറച്ചുകൂടി വലുതാക്കി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇറ്റലി. നമ്മൾ നേരത്തെ ആ ഒരു ചെറിയ ഫോട്ടോയിൽ കണ്ടപ്പോൾ ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റലി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇറ്റലി. ഓക്കെ, അതിൻ്റെ ഓരോ ജില്ലകളും നമുക്ക് ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റും നമുക്ക് പഠിക്കണം. അതിൽ കുറച്ച് ഡിസ്ട്രിക്റ്റൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അപ്പോൾ മാക്സിമം നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡിസ്ട്രിക്റ്റുകൾ പഠിക്കാനുണ്ട് ശരിക്കും.
ഓക്കെ, അതിപ്പോൾ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഈ സ്ലൈഡ്, ഈ നോട്ടുണ്ടല്ലോ, ഈ നോട്ടിൻ്റെ ഇങ്ങനെ വരച്ച നോട്ടും വരയ്ക്കാത്ത, അഥവാ എഴുതിയ നോട്ടും എഴുതാത്ത നോട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എഴുതിയ നോട്ടാണ് നിങ്ങൾക്ക് 2 ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇതൊക്കെ കിട്ടുക, അഥവാ ഈ ഒരു സ്ലൈഡ് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇത് എഴുതിയത് നിങ്ങൾക്കിൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ 2 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എഴുതിയ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എഴുതാത്ത നോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാണ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കണമുണ്ട്. ഇതൊക്കെ നമുക്ക് എഴുതാത്ത നോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം ബുക്കിലേക്കൊക്കെ. എഴുതിയ നോട്ടാണെങ്കിലോ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല. ഇതൊക്കെ ഒരു ബ്ലാങ്ക് പേപ്പർ പോലെ ഇരിക്കും. ഓക്കെ, ഇതും കിട്ടൂല. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ഷോർട്ട് കട്ടെന്ന് ചെയ്തിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ് ഇതെന്നെ അത് അക്ഷരമാലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഷോർട്ട് കട്ട്. ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് റിനൈസൻസ് ഇറ്റലിയിൽ അത് നമ്മൾ എപ്പോൾ പഠിക്കും? അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങൾ കുറേ നേരമായിട്ട് പറയണ സാറ് നിർത്താം നമുക്ക്. ഓക്കെ ആണോ? അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭാഗവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭാഗവും, അഥവാ ഇനി നമ്മൾ റിനൈസൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത്. അഥവാ നവോത്ഥാനം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഇതാണ്. നമുക്ക് വളരെ പാടായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ, മാനവികത. നമ്മൾ സെറ്റാക്കി തരും. ഓക്കെ, സെറ്റാണെങ്കിൽ ഓക്കെ സാറിന് പറയാം. നിങ്ങൾക്ക് വേണ്ടി നമ്മളെ കമ്മ്യൂണിറ്റി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി നമുക്ക് ജോയിൻ ചെയ്യാം. അഥവാ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും, ഇപ്പോൾ ഇതിലാണെങ്കിൽ ഏതിലാണെങ്കിലും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഇതിൽ തന്നെ, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ ഇതിലൊന്ന് ജോയിൻ ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ചാനൽ. ഓക്കെ, അപ്ഡേറ്റുകളൊക്കെ അതിൻ്റെ അകത്താണ് തന്നെ. ഓക്കെ, അപ്ഡേറ്റൊക്കെ അപ്പോൾ വല്ല അപ്ഡേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരും. പിന്നെ നമ്മുടെ യൂട്യൂബും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ആണോ? ഇനി വല്ല സംശയമുണ്ടോ? ഇപ്പോഴും ഞാൻ ചോദിക്കണം, എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ഞാൻ ചോദിക്കുന്നത് വളരെ പാടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ ആണ്? ഓക്കെ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബൈ.